ഇപ്പോൾ കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനംവകുപ്പിന് കൈമാറി മോഹൻലാൽ. വനംവകുപ്പ് പ്രഖ്യാപിച്ച ഒറ്റത്തവണ പൊതുമാപ്പ് സംവിധാനം ഉപയോഗിച്ചാണ് നടപടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരം ശേഖരിച്ചു. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏറെ വിവാദമുണ്ടാക്കിയതാണ് മോഹൻലാലിന്റെ ആനക്കൊമ്പ്. എന്താണ് ഇപ്പോഴത്തെ ഈ നീക്കം? ഇതോടുകൂടി മോഹൻലാൽ ഈ കേസിൽ നിന്ന് ഒഴിവാകുമോ? സജിത്ത്, പൂർണ്ണമായും ഒഴിവാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായാണ് തന്റെ പക്കലുള്ള എല്ലാ വിവരങ്ങളും, അതായത് ഈ മോഹൻലാൽ വനം വകുപ്പിന് കൈമാറിയത്. ഇന്നലെ വൈകിട്ടാണ് മലയാറ്റൂർ DFO മോഹൻലാലിന്റെ വീട്ടിലെത്തി ഈ കണക്കുകളെല്ലാം എടുത്തത്. മോഹൻലാൽ പറയുന്നതനുസരിച്ച് കൈവശമുള്ള 2 ജോഡി ആനക്കൊമ്പിൽ തീർത്ത 13 കരകൗശല വസ്തുക്കൾ എന്നിവയുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് DFOക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനോട് കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ വ്യക്തികളുടെ കൈവശമുള്ള ആനക്കൊമ്പെന്നല്ല, ഈ ജീവികളുടെ ഉൽപ്പന്നങ്ങളുടെ ശേഖരം അത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ വനം വകുപ്പിന് അറിയിക്കണം. അതിന് പുതിയൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം അത് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമ നടപടികളിൽ നിന്നുമൊക്കെ പരിരക്ഷ ലഭിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും ആ പരിരക്ഷ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അത് ഒറ്റത്തവണ പൊതുമാപ്പ് സൗകര്യം. തങ്ങളുടെ പക്കലുള്ള ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ഉൽപ്പന്നങ്ങൾ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള കണക്കുകൾ വനംവകുപ്പിന് നൽകുക. വനംവകുപ്പ് അതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ അടക്കമുണ്ടെങ്കിൽ തുടർ നടപടികളിൽ നിന്നും അല്ലെങ്കിൽ നിയമ പരിരക്ഷ ഇവർക്ക് നൽകും എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലാണിപ്പോൾ മോഹൻലാൽ വിവരങ്ങളെല്ലാം കൈമാറിയിരിക്കുന്നത്. മോഹൻലാൽ ഇന്നലെ കൊച്ചിയിലെ DFO കൊച്ചിയിലെ വീട്ടിലെത്തിയാണ് കണക്കുകളെല്ലാം തിട്ടപ്പെടുത്തിയത്. DFOയോട് പറഞ്ഞത് ഇത് താൻ പണം കൊടുത്ത് വാങ്ങിയതല്ല, തൻ്റെ സുഹൃത്തുക്കൾ തനിക്ക് സമ്മാനമായി നൽകിയത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് ചെരിഞ്ഞ ആനയുടെ കൊമ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കളാണെന്ന വിവരങ്ങളാണ് DFOക്ക് കൈമാറിയത്. എന്തായാലും ഈ DFO ഈ വിവരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൈമാറും. വാർഡനായിരിക്കും പിന്നീട് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണം നൽകുക. ഇത് മോഹൻലാലിന് മാത്രമല്ല, ഇത്തരം കൈവശം വെക്കുന്ന എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് മോഹൻലാലിന് നൽകിയ വിവരങ്ങളെല്ലാം തൃപ്തികരമാണെങ്കിൽ ഒരു പരിരക്ഷയായി തന്നെ മോഹൻലാലിന് ഇനി മുന്നോട്ട് പോകാം. ഈ വസ്തുക്കൾ ആനക്കൊമ്പ് അടക്കമുള്ളവ കൈവശം വെക്കുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ മോഹൻലാലിന് ഉണ്ടാകില്ല. നമുക്കറിയാം, നേരത്തെ തന്നെ വലിയ തലവേദനയായിരുന്നു മോഹൻലാലിന് ഈ ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. പല ആവർത്തി കോടതിയിലടക്കം ഇതിന്റെ ഒരു റിപ്പോർട്ട് തേടുകയും പിന്നീട് ഇതിന്റെ സർട്ടിഫിക്കറ്റിലൊന്നും വ്യാജമാണെന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. ആ സർട്ടിഫിക്കറ്റ് വരെ റദ്ദാക്കുന്ന നടപടികളിലേക്ക് കോടതി പോവുകയും ചെയ്തു. എന്നാലും പുതിയൊരു വിജ്ഞാപനം അനുസരിച്ചാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം മോഹൻലാലിന് അനുകൂലമാകുന്ന ഒരു വിധി ഉണ്ടാകുമോ എന്നത്. അതാണ് വനംവകുപ്പിന്റെ ഒറ്റത്തവണ പദ്ധതി പ്രകാരമാണ്, പൊതുമാപ്പ് പദ്ധതി പ്രകാരമാണ് മോഹൻലാലും കേസിൽ നിന്ന് തലയുരാൻ ശ്രമിക്കുന്നത്. ആനക്കൊമ്പ് ഏറെ വിവാദമുണ്ടാക്കിയതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.